നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഈ കഥ നടക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് വിവേക് എന്നാണ്. നമ്മളൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന് 2-3 സിംഗിൾ പെറ്റൽ അടിയനിയുണ്ട്. അടുത്ത കാലത്ത് വെച്ച് പിടിപ്പിച്ചതാണ്. പൂവ് ഉണ്ടാകുന്നു, പക്ഷെ വിത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സാധാരണ സിംഗിൾ പെറ്റൽ അല്ലാതെ ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള 2 സിംഗിൾ പെറ്റൽ ചട്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ 2 ചട്ടി നല്ല ഗ്രാഫ്റ്റഡ് സിംഗിൾ പെറ്റൽ അവർക്ക് ചെയ്താൽ പോകുന്ന വഴി അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഈ 2 ചട്ടി സിംഗിൾ പെറ്റൽ ഗ്രാഫ്റ്റഡ് അഡീനിയം കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഒരു ചട്ടിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചട്ടിയിൽ, ചെറിയൊരു ചട്ടിയിൽ തൊട്ടാവാടി 2 തൊട്ടാവാടി നട്ടിട്ട് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഞാൻ തൃശ്ശൂർ അവരുടെ വീട്ടിലെത്തിയപ്പോൾ വിവേക് അവിടെ ഉണ്ടായിരുന്നില്ല, ഇവരുടെ വീട്ടുകാരായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 ചട്ടിയും കൊടുത്തു, ഈ 3ാമത്തെ ചട്ടിയിലുള്ള തൊട്ടാവാടിയും കൊടുത്തു. ഞാൻ പോന്ന് വൈകുന്നേരം അദ്ദേഹം വീട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 അഡീനിയം വാങ്ങിയപ്പോൾ ഒരു തൊട്ടാവാടി ഫ്രീ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരിക്കട്ടെ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഇനി കുറേ കാലം കഴിഞ്ഞാൽ തൊട്ടാവാടിയൊക്കെ ചട്ടിയിൽ വെച്ച് നഴ്സറികളിൽ വിൽക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ആളുകൾ വളർത്തുന്ന ഒരു കാലം വന്നു. ഔഷധമാണ്, ഏതായാലും നിങ്ങൾക്ക് ഇരുന്നോട്ട്, എൻ്റെ ഒരു സന്തോഷത്തിന് തന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള നമ്മളെ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ചോദിച്ചത്, എന്തിനാണ് ഈ തൊട്ടാവാടി എനിക്ക് തന്നത് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, തൊട്ടാവാടി ചെടി നമ്മൾ പൂച്ചെടികളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തൊട്ടാവാടിയിലേക്ക് എന്തായാലും രാവിലെ തേനീച്ചകൾ വരും. ഞാൻ ഈ ബട്ടർഫ്ലൈ ബയോഡൈവേഴ്സിറ്റി പാർക്കൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. തൊട്ടാവാടി കൂടുതൽ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ അവിടെ രാവിലെ സമയത്ത് നിറച്ച് തേനീച്ചകൾ വരുന്നത് കാണാം. അപ്പോൾ ഈ തേനീച്ചകളെ ഇത് കൂടുതൽ എല്ലാ ചെടിയും കേട്ടോ, ഞാൻ ഉദാഹരണമാണ് ഈ തൊട്ടാവാടി പറയുന്നത്. തൊട്ടാവാടി തേനീച്ചകളെ ആകർഷിക്കുന്നത് പൂമ്പൊടി എടുക്കാനോ അല്ലെങ്കിൽ തേൻ കുടിക്കാനോ ഒക്കെ അതിലേക്ക് വരുന്നത് കൊണ്ട് തൊട്ടാവാടിയിലേക്ക് തേനീച്ചകൾ കൂടുതൽ വരുന്നു. എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഞാൻ 1-2 തൊട്ടാവാടി ചെടികൾ ഈ അഡീനിയത്തിൻ്റെ അടുത്ത് വെക്കാറുണ്ട്. വേറെയും ചെടികളുണ്ട്, ലിസ്റ്റ്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ തൊട്ടാവാടി വെക്കുന്നത് ഇനി തൊട്ടാവാടി അടീനിയത്തിൻ്റെ കടക്കിൽ കൊണ്ട് കുഴിച്ചിടുകയെന്നാണ് ഞാൻ ചോദിച്ചിട്ട്. തൊട്ടാവാടി അടീനിയത്തിൻ്റെ കടക്കിൽ കൊണ്ട് കുഴിച്ചിടരുത്. കാരണം അടീനിയത്തിന് വെള്ളം വേണ്ട. തൊട്ടാവാടി 1 ദിവസം 2 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇപ്പോൾ അടീനിയത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് കുഴിച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അങ്ങനെ തൊട്ടാവാടി നന്നായിട്ട് പൂവിട്ട് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ തേനീച്ചകൾ വരും. ഈ തേനീച്ചകൾ വരുമ്പോൾ അത് ഈ അടീനിയത്തിൽ, ഈ പൂക്കളിൽ പരാഗണം നടത്താൻ നിങ്ങളെ സഹായിക്കും, കൂടുതൽ വിത്ത് ഉണ്ടാവാൻ സഹായിക്കും. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ നമ്മളുടെ ഈ കഥയിലെ കഥാപാത്രമായ തൃശ്ശൂർക്കാരനായ വിവേകിന് ഈ ചെടി കൊടുത്തത്. ഇങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തി കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഏതായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കുക. അവരോട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മുടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ആവശ്യപ്പെടുക. താങ്ക് യു.